ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് റാഗി പൂരിയും ചുരക്ക ചേർത്തുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? ആദ്യം ചുരക്ക ചേർത്ത മിക്സഡ് വെജിറ്റബിൾ കറി നോക്കാം. ഈ കറിക്ക് വേണ്ടുന്ന ആവശ്യമായ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ ചുരക്ക, ഒരു പൊട്ടറ്റോ, 2 ഒനിയൻ, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഗ്രീൻ ചില്ലീസ്. ഇനി ഒരു കടായി എടുത്ത് ഈ കറിക്ക് ആവശ്യമായി 3 സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ജീരകവും ഞാൻ ചേർത്ത് കൊടുത്തു. ജീരകവും കടുകും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 1 സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് വഴറ്റുക. അതൊന്ന് ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് മുറിച്ചതും പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച ഒനിയനും ചേർക്കുക. എല്ലാം നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി മുറിച്ചു വെച്ച ക്യാരറ്റ് കഷ്ണങ്ങൾ ചേർക്കുക. കൂടെ പൊട്ടറ്റോ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ച ചുരക്കയാണ്. ചുരക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ വെജിറ്റബിൾസും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒരു 8 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. 8 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് തുറന്നു നോക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ചുരക്കയ്ക്ക് സ്വല്പം വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ നേരത്തെ ഉപ്പിട്ടിരുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. അതോടൊപ്പം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 സ്പൂൺ കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചൊന്ന് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ല പാകമായി വെന്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾ മിക്സിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ കറി റെഡിയായി. ഇനി വേണ്ടത് ആട്ടയിലേക്ക് ആവശ്യമായ ചൂടുവെള്ളമാണ്. അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയും അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുകയും ചെയ്തു. ഇനി ആട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റാഗിയും ഒരു 1/4 കപ്പിൽ നിന്ന് കുറച്ച് കുറവായിട്ട് ഗോതമ്പ് പൊടിയും ചേർത്തു. അതോടൊപ്പം 2 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ആട്ട കുഴച്ചെടുക്കുക. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ആട്ട തയ്യാറാക്കുന്നതിനിടയിൽ. അത് വീഡിയോയിലൂടെ കാണിക്കാം. അങ്ങനെ ആട്ട നന്നായിട്ട് കുഴച്ചെടുത്തു. ആട്ട ഞാൻ ആദ്യം ചപ്പാത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു കുഴച്ചെടുത്തത്. അപ്പോൾ ഞാൻ അതിൽ ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ച്, പക്ഷെ കുറേ കഴിഞ്ഞിട്ടാണ് ഇതിൽ മാവിലേക്ക് മിക്സ് ചെയ്തത്. കാരണം അതുകൊണ്ട് ശകലം തണുത്തു പോയിരുന്നു. അതിൻ്റെ കുഴപ്പമാണോ എന്തെന്നറിയില്ല. ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അതായത് എല്ലാം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ തോറ്റ് പിന്മാറിയില്ല. ഞാൻ ആ ആട്ട കൊണ്ട് പൂരി ഉണ്ടാക്കി. പൂരി നല്ല പെർഫെക്റ്റായിട്ട് വന്നു. ഞാനിവിടെ നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തു. അത് മടക്കി വെച്ച് അതിനുള്ളിൽ പൂരിയുടെ ആട്ട വെച്ചിട്ട് എൻ്റെ കയ്യിലൊരു പ്രസ്സർ ഉണ്ടായിരുന്നു, തടി കൊണ്ടുണ്ടാക്കിയ. ഇതിവിടെ ഗുജറാത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അത് ചപ്പാത്തി ചുടുമ്പോൾ ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടുള്ള പ്രസ്സറാണ്. ഞാനത് വെച്ച് നന്നായിട്ട് പൂരി പ്രസ് ചെയ്തെടുത്തു.
അങ്ങനെ പൂരിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ റാഗി പൂരി റെഡിയായി. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മടിക്കരുതേ. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് സബ് ചെയ്യാനും. അങ്ങനെ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ.